ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2022 നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്സിലെ സെക്കൻഡ് മോഡ്യൂളായ നമ്പർ തിയറി ആൻഡ് ഓൾജിബ്രയിലെ ലാസ്റ്റ് ടോപ്പിക് സൈക്ലിക് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആചാര്യ അക്കാഡമിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ 4th ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 100. ഓക്കെ, ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ. ഓർഡർ 100 വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഓർഡർ 100 വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n, അതായത് n ഓർഡർ വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n, അതായത് n-ന്റെ ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രേ ചെയ്യാനുള്ളൂ. ഇവിടുത്തെ സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡർ എത്രയാണ്? 100 ആണ്. ഓക്കെ, അപ്പോൾ 100-ന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് അത് എത്ര ഡിവൈസേഴ്സ് ഉണ്ടോ അതായിരിക്കും നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 100-ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കൂ. ഏതൊക്കെയാണ് 100-ന്റെ ഫാക്ടേഴ്സ് വരുന്നത് ഓരോന്ന് നമുക്ക് നോക്കാം. 1 ഫാക്ടറാണ് 2, 4, 5, 10, 20, 25, 50, 100. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്? ടോട്ടൽ 9 ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 9 എന്ന് പറയാം. ഓർഡർ 100 വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 9 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതുപോലെ വലിയ നമ്പേഴ്സ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ഡിവൈസേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യം തന്നിരിക്കുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ. അതൊന്നുമില്ല, ജസ്റ്റ് ആ നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ 100-നെ ആദ്യം ഞാൻ 2 × 50 എന്ന് എഴുതി. ഓക്കെ, 100-നെ 2 × 50 എന്ന് എഴുതാം. ദെൻ 50-നെ നമുക്ക് 2 × 25 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 2 × 25 എന്ന് എഴുതി. 25-നെ നമുക്ക് 5 × 5 എന്നും എഴുതാം. പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അതായത് 2 × 5 × 5 ആണ് 100. അതായത് 2 സ്ക്വയർ × 5 സ്ക്വയർ അല്ലേ? ഓക്കെ, ഇപ്പൊ 100-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 സ്ക്വയർ × 5 സ്ക്വയർ എന്നാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ എക്സ്പോണന്റ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിലെ എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2 സ്ക്വയർ ആണ്, ഇവിടെ 5 സ്ക്വയർ ആണ്. എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ ഈ 2 ആണ്. ഓക്കെ, അതിനോടൊപ്പം എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ 2 + 1 2 + 1. എന്നിട്ട് എന്ത് ചെയ്യണം? ആ റിസൾട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 + 1 × 2 + 1 എത്ര കിട്ടിയിട്ടുണ്ട്? 9 കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലും നമുക്ക് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 100-നെ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു, അതായത് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ എക്സ്പോണന്റ് എന്താണോ അതിനോടൊപ്പം 1 ആഡ് ചെയ്യുന്നു. എന്നിട്ട് അവ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഡിവൈസേഴ്സിന്റെ എണ്ണം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 9. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്